ഗ്രീൻ ആപ്പിൾ ഞാൻ തരൂല. ആരുമില്ലേ? എന്തൊരു തണുപ്പാണ്. ശരിയാണല്ലോ, എന്റെ ഈല ഉള്ളിൽ കൂടെ അല്ല പോകുന്നത്. എന്താ പറയാ, എ എന്ന് പറയും. 2 A ഉണ്ടല്ലേ. ഇഷ്ടപ്പെട്ട്. അപ്പൊ ആ വ്യൂ നോക്കാം. നല്ല വ്യൂവില് ഞാൻ 0.5 കാണിച്ചു. ഹായ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ ഞാനും ഹിബ ഇന്ന് നമ്മളെ വെഡിങ്ങിന് ശേഷം നമ്മൾ കൊറേ ട്രിപ്പ് ഒക്കെ പോയിക്കണം. പക്ഷെ ഞാനും ഓള് ഒറ്റക്ക് ഇതുവരെ പോയില്ല അല്ലേ. നമ്മള് കൊറേ എന്താ പറയാ ഫാമിലീസ് ആയിട്ടും കസിൻസ് ആയിട്ടും അങ്ങനെ കൊറേ പോയി. പക്ഷെ ഇന്ന് വരെ ഞാനും ഹിബ ഒറ്റക്കൊരു ട്രിപ്പ് പോയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു അവസരം കാര്യങ്ങളൊക്കെ വന്നപ്പോ എന്താ പറയാ ഈ പ്രാവശ്യം ഞാനും ഓളും പോവാണ്. ഒറ്റക്കല്ല, ഇരട്ടൊക്കെ പോകുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇറങ്ങാൻ വൈകി. ഇപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ അതെ, ഇപ്പൊ തന്നെ 3 മണിയായി. നമ്മളവിടെ അല്ലേ 3 മണിക്ക് എത്താൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ 3 മണിക്ക് എത്താൻ പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയൊരു ഹാഫ് ആൻ അവർ കൂടെ ട്രാവലിംഗ് ഉണ്ട്. ഇവിടെ ഒരാള് മറ്റേ ട്രിപ്പ് തുടങ്ങി 1/2 മണിക്കൂറായില്ലേ, അവിടെ സൈഡായി. അപ്പളേക്ക് സൈഡായി. അരമണിക്കൂർ അതിനിപ്പോ ഞാൻ എനർജിക്ക് വേണ്ടി 2 ലേസ് വാങ്ങിച്ചെടുത്തത്. ലേസ് വാങ്ങിച്ചെടുത്ത ആള് എനർജി ആവും. അതിന് ലേസിന്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട്, ഇപ്പൊക്കെ എനർജി കൂട്ടുന്ന സാധനം. ഗ്ലൂക്കോസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറ്റില്ല. അതേമാതിരി ഇപ്പൊക്കെ കട്ട്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലല്ലോ. എന്നാ നമ്മള് സസ്പെൻസ് ആയിട്ട് വെക്കണ്ടേ. എനർജി വന്നോ? പലതരം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരാളെ കട്ട്ലേറ്റ് എനർജി ആളെ എന്താ പറയാ നമ്മളെ 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും ഒരാൾ ഡൗൺ ആയി വയ്യ. അത് എന്താ പറയാ നമ്മളെ ഇവിടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് ഇതാക്കൂലേ ട്രിപ്പ് ഗ്ലൂക്കോസ് ഒക്കെ ആയിരുന്നു. അതേമാതിരിയാ ഇവിടെ ഒരാൾക്ക് കട്ട്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആള് പിന്നെ എനർജിയാ. വയ്യാ, തല എന്തോ ആവും. അതിങ്ങനെ ഫുള്ള് വളവും തിരിവായിട്ടുള്ള റോഡായിട്ട് അത് കയറ്റാനെ കൊണ്ട് നമ്മളിങ്ങനെ ചുരം കയറുന്ന സമയത്ത് ഇങ്ങനെ ആടുമല്ലോ കുറച്ച്. അപ്പൊ നമുക്ക് തലക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ. പക്ഷെ എന്നാലും എന്താ വിചാരിക്കാണ്ട് എന്താ പറയുക കട്ട്ലേറ്റ് കിട്ടി. നമുക്ക് ആകെ ഒരു പീടി അവിടെ കണ്ടിക്കുള്ളൂ. എത്ര നേരം വന്നിട്ട് ഇപ്പോഴൊരു പീടിയുണ്ട്. ഇനി അങ്ങോട്ട് കുന്നതിനെ കൊണ്ട് പീടിയില്ല. അപ്പൊ ആ കട്ട്ലേറ്റ് കിട്ടിയപ്പോ തളർന്നു കിടക്കുന്ന ഇവ എനർജിയിലേക്ക് വരുന്നത്. ശരിക്കും ഞങ്ങൾ വിചാരിക്കാം ചെറുതായിട്ട് വിശക്കുന്നുണ്ടോ, കാരണം നമ്മള് ഫുഡില്ല വേഗം സ്പീഡിൽ ലേറ്റ് ആയതുകൊണ്ട് നല്ല ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ട്. പക്ഷെ സമാധാനത്തിൽ തിന്നാൻ പറ്റില്ല. വേഗം ഞാൻ കഴിച്ചില്ല. വേഗം അങ്ങനെ നമ്മളെ റിസോർട്ടിലെത്തി. എന്താ പറയാ ഇവിടെ അങ്ങനെ ഇപ്പൊ കാറ് പാർക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യാണ്ടാണ് ഗൈസ് പോയത്. അതെ, അത് നേരെ കാണുന്ന ഒരു A ഷേപ്പിലുള്ള കേട്ടോ നമ്മളെ റിസോർട്ട്. ഇനിയിപ്പോ അങ്ങോട്ട് ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ഞാനിപ്പം പോവാണ്. എന്താ ടയേർഡായില്ലേ ഈ കയറ്റം കയറി വരുമ്പോഴേക്കും? എനിക്ക് ഒരേ ഒരു റിഗ്രറ്റ് ഉള്ളൂ, നമ്മൾ 1 hour ലേറ്റ് ആയി ഇവിടെ. ശരിക്കും നമുക്ക് ഇവിടെ 3 മണിക്ക് ചെക്കിൻ ആയിട്ട് നമ്മളിവിടെ എത്തിയത് 4 മണി കഴിഞ്ഞ് ലേറ്റ് ആയി പോയി എത്താൻ. ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ റിസോർട്ട് കൊണ്ട് കണ്ടപ്പോ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. അല്ല നമ്മള് ലേറ്റ് ആയി പോയ റിഗ്രറ്റ് ആണെന്ന് പറയാം. അതെ, അതായത് കൂടുതൽ അങ്ങോട്ടേക്ക് കണ്ട് ആസ്വദിക്കാൻ ഇങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് സമയം ഇപ്പൊ ലേറ്റ് ആയി. സംഭവം നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടതിന് ശേഷം അപ്പൊ ലഗേജ് എടുക്കാൻ വരും. അതെ, നമ്മള് എന്താ പറയാ ചെരുപ്പൊക്കെ ഞാൻ അവിടെ ഓൾറെഡി ഊരിയിട്ടിക്ക്, ചെരുപ്പ് ഇട്ട് നടക്കാൻ പറ്റുന്നില്ല. നമ്മള് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മള് വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിസോർട്ട് ഒന്ന് വേഗം കണ്ടു വന്നില്ലേ. എന്നിട്ട് നമ്മള് ലഗേജ് എടുക്കാൻ വന്നതാണ്. അപ്പൊ എല്ലാരും വിചാരിക്കൂ ഒരു ദിവസം ഇവിടെ നിക്കാൻ വരുന്നതിന് എന്തിനാണ് ഈ ബാഗും 2 ബാഗും ഡ്രസ്സൊക്കെ മാറ്റണം നമുക്ക്. അതന്നെ അല്ലേ. വാ, ഇതെല്ലാം കൊണ്ട് ഇന്ന് ക്രൂരനായ ഹസ്ബൻഡാണ് ഈ ഇതൊക്കെ എടുത്തോ കണ്ടോ. ആദ്യം തന്നെ എന്താ പറയാ ഓൾക്കുള്ള ലൈസും കാര്യങ്ങളൊക്കെ എടുത്ത് റൂം കൊണ്ടുവച്ചേ. ലഗേജ് എടുക്കാൻ ക്രൂരനായ ഭർത്താവ് ഞാൻ. അപ്പൊ നമ്മളെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ എന്താ പറയാ റിസോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലുള്ളത് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. നല്ല ലേസും ചിപ്സും മുട്ടായി ഒക്കെ ആണെങ്കിൽ എടുക്കൂ. ബാഗ് എടുത്തില്ലേതാ? ഓ, ഒരു ക്യാമറ ബാഗ് എടുത്തിട്ടാണിപ്പോ. എന്താ പറയാ ഇവിടേക്കുള്ള വഴി കുറച്ച് ലാസ്റ്റിലേക്ക് കുറച്ചൊന്ന് കേറാണ്ടല്ലേ ഇപ്പൊ. ഫ്രണ്ട് വിഷയം കാണിച്ചു കൊടുക്കവാ. ഇതാണ് നമ്മളെ റൂമിലേക്കുള്ള വഴി. നൈസാല്ലേ ഇപ്പൊക്ക് നോക്ക്. കറക്റ്റ് ഈ മലയിലെ വരുന്ന
ഇവിടെ ഈ സാധനം കൊടുത്തിട്ട് അതാണ് ഉള്ളിൽ കൂടി വരാ. ഇപ്പൊ ഈ 2 പാക്കേജ് ഈ കാണുന്ന 2 നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ? ഇത്രയും വിശാലമായി വലിയൊരു സ്ഥലത്ത് നമ്മൾ മാത്രം. വേറെ ടീമുണ്ട്. ഇല്ല, ഇവിടെ ആരില്ല ഇന്ന് ഈ മൊത്തത്തിൽ ഞാൻ ഇങ്ങേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യന്റെ ഇവിടെ. അപ്പൊ കടിച്ചു പൊളിക്കുക ഇവിടെ. നോക്കി ഇപ്പൊ ഇവിടെ ഇരിക്കാണ്. നമ്മൾ നേരത്തെ കണ്ട മലകളൊക്കെ ഇവിടെ കാണിച്ചെടുക്ക്. ഫുള്ള് കോടമാതിരി വന്നു. നേരത്തെ കുറച്ച് ലേറ്റുള്ള ഇപ്പൊ നല്ല വൃത്തിക്ക് കിട്ടിയേനും ആ ഒരു വ്യൂ. ഇത് നല്ല വ്യൂ, നൈസ് വ്യൂ. എനിക്ക് തോന്നുന്നു രാത്രി ആവുമ്പോഴേക്കില്ലേ ഒന്നും കാണൂല, പിന്നെ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പൊ തണുപ്പ് ഇനി വരും, കോടറങ്ങിട്ട് തണുപ്പ് ഇങ്ങനെ വരും. നമ്മളെ റൂമിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് വേറെ ഇടല്ലേ? അത് അപ്പൊ നമ്മൾ ചായ കുടിക്കുകയാണ്. നമ്മള് ഈവനിങ് ചായ കുടിക്കാനുള്ള വ്യൂ ആണ്. ചായ കുടിക്കാനുള്ള വ്യൂ ഒരു രക്ഷയില്ല. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമുക്ക് ചായക്ക് എന്തൊക്കെ ഉള്ളതെന്ന് കാണിച്ചു കൊടുത്തിട്ടല്ലോ. ഒന്നും പറയാനില്ല. ഇപ്പൊ നമ്മൾ ഈവനിങ് ചായ കുടിക്കാൻ വന്നാണ്. ചായ കുടിക്കാൻ നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്താണ്. അപ്പൊ ആ വ്യൂ നോക്കാം, നല്ല വ്യൂവില് ഞാൻ 0.5 കാണിച്ചത്. നല്ലൊരു നാച്ചുറൽ ഒരു ആംബിയൻസിനാണ്. അതേപോലെ നമ്മൾ ഫുഡ് എന്താ പ്രൊവൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നഗറ്റ്സും മോമോസും അതേമാതിരി തന്നെ ഫ്രഞ്ച് ഫ്രൈസും കോഫിയും. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല അടിപൊളി അല്ലേ? മെയിനായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വൈബാ. അതായത് എന്താ പറയുക, ആ ആംബിയൻസ് ഉണ്ടല്ലോ, ഒടുക്കത്തെ ആംബിയൻസ് അല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ ആണ്, എന്താ പറയുക, ആ കാണുന്ന റിസോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റുമുള്ളൊരു ആംബിയൻസും ആ നാച്ചുറൽ സൗണ്ടും പിന്നെ ഈ ഒരു വ്യൂ, കിളികളുടെ സൗണ്ടുകൾ, പ്രകൃതി, നല്ല അറ്റ്മോസ്ഫിയർ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി, സത്യം പറഞ്ഞാ. ശരിക്കും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം, വെറുതെ തള്ളല്ല കേട്ടോ, ആ എക്സ്പീരിയൻസ് കിട്ടിയ കൊണ്ട് പറയാം. ഇതൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ടീ ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു നല്ല, നമ്മളെ റൂമിന്റെ ഫ്രണ്ടിലും ഉണ്ട്, പക്ഷെ ഇതൊരു വേറൊരു വ്യൂ പോയിന്റ്. അതായത് ഇവിടെ വരുന്ന ഗസ്റ്റിനും കാണാൻ നിൽക്കാൻ പറ്റിയ വ്യൂ പോയിന്റ്. അത് നമുക്കൊരു എന്താ പറയാനുള്ളത്, എനിക്ക് നല്ല ഇഷ്ടമായി. അതന്നെ പറയാണോ, ശരിക്കും ഇഷ്ടപ്പെട്ടല്ലേ? വൈബുണ്ടല്ലേ? മോമോസ് ഇഷ്ടപ്പെട്ട, റിസോർട്ട് ഇഷ്ടപ്പെട്ടെ, ഇഷ്ടപ്പെട്ടോ? ദിസ് ഈസ് അവർ റൂം. അതെ, ദിസ് ഈസ് അവർ റൂം. ഈ കാണുന്ന എന്താ പറയാ, ഈ കാണുന്ന ഒരു എ ഷെയർ, ഇതിന്റെ ഒരു പ്രത്യേകം തരെങ്കിൽ എന്താ പറയാ, എ എന്ന് പറയും. 2 എ ഉണ്ടല്ലേ, എ കോട്ടേജ്, അങ്ങനെയൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അറിയെങ്കിൽ അതായത് ഒരു വ്യൂ എ ഷേപ്പ് ആയിരിക്കും, ട്രയാങ്കിൾ ഷേപ്പിലാണ്. ട്രയാങ്കിള് എ കോട്ടേജ് എന്നാ പറയാ. അവിടെ എഴുതിയാ മനസ്സിലായി. ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു ഇത് വരുന്നത്. നമുക്ക് ഇതിന്റെ മുകളിൽ ഇത് കാണിച്ചെടുക്കാം. അങ്ങോട്ടാ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ. അതെ, അത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇത് ഇവിടെ ലോക്കാണോന്ന് എനിക്ക് അറിയില്ല, എന്നാലും ലോക്ക് ആയിരിക്കില്ല, നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു പറഞ്ഞ ഓപ്പൺ ആക്കിക്കുന്നുണ്ട്. എന്താ വൈബ്. ഒരു 8 ആൾക്കൊക്കെ അവിടെ ഇരുന്നിട്ട് സുഖത്തി ഫുഡ് കഴിക്കാം. ഒരു ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഏരിയ ആട്ടത്. പക്ഷെ ഇവിടുന്ന് നോക്കാൻ നല്ലൊരു എന്താ പറയാ, ഒരു നല്ല വൈബ് ഉണ്ട്. അതെ, വാ. പിന്നെ ഏറ്റവും ഭംഗി എന്താന്നറിയോ, ആ ഈ ഒരു ട്രീ ആട്ടോ, സെന്ററിൽ തന്നെ നല്ല ഭംഗിയുള്ള ട്രീ. അത് അടിയിന്ന് വരുന്നതാ, ഓരവിടെ ഒരു കൂടാക്കിന്നുള്ളൂ മുറിക്കാണ്ട് അല്ലെ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ വരുന്നുണ്ട്. തണുപ്പാണ് ഇന്നെ കുടിക്കുക. നമ്മളെ കാർ അവിടെ പാർക്ക് ചെയ്ത് കിട്ടോ, നമ്മളതിന്റെ നേരെ മുന്നിൽ തന്നെ നമ്മളെ റിസോർട്ടിന് നേരെ മുകളിൽ തന്നെ നമ്മളെ കാർ പാർക്ക് നമ്മളെ റൂമിന്റെ അതന്നെ നമ്മളെ റൂമിന്റെ നേരെ മുകളിൽ തന്നെ നമുക്കൊരു പാർക്കിംഗ് കിട്ടിയത് കൊണ്ട് സംഗതി എളുപ്പമായി. രാത്രി നമ്മളൊന്ന് ഇറങ്ങിയതല്ലേ, വെറുതെ ഒന്ന് കറങ്ങാൻ. നൈറ്റ് വാക്ക്. പൂളിൽ ഇറങ്ങണം നിർബന്ധം. ഞാൻ എന്തായിട്ട് ഇറങ്ങൂല, എനിക്കൊന്നും തണുപ്പാ. നല്ല രസമല്ലോ ലൈറ്റ് ഒക്കെ. നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ, ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗി. ഇത് നമ്മളെ വ്യൂ പോയിന്റ് ആണല്ലോ ഇപ്പൊ നമ്മളെ റിസോർട്ട്. നല്ല ഒരു ആംബിയൻസ് മൊത്തത്തില്ലേ, കണ്ടോ? നമ്മളെ കാർ അതോടെ പാർക്ക് ചെയ്തിട്ടൊക്കെ. അത് മാത്രല്ല നല്ലൊരു നൈറ്റൊക്കെ നല്ലൊരു വൈബ് അല്ലേ. ഒരു ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു ശരിയാണല്ലോ, എന്റെ ഈല ഉള്ളിൽ കൂടെ അല്ല പോകുന്നത്. ആരും തെറ്റിദ്ധരിക്കുന്നത്, പാവം സ്റ്റൈൽ. പൂളിലേക്ക് ഇറക്കാൻ കൊണ്ടുപോവാ ഞാൻ പോളാ പൂളിലേക്ക്. യെസ്, അത് റൂമാട്ടോ, കൊറേ ഉണ്ട് ഇവിടെ. പിന്നെ അതെ, എന്റെ മക്കളെ പൂളിൽ ഇറങ്ങിയതാ. ആശിക്കാണ് വിറച്ചു നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഇറങ്ങൂലെന്ന്. എന്തൊരു തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. സംഭവം എങ്ങനെയുണ്ട്, വൈബ് എങ്ങനെയുണ്ട്? ഇതാട്ടോ നമ്മളെ പൂള്. പരിവാ
പാടി എന്ത് സൈഡൊക്കെ ഗൈസ് ഇതൊക്കെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കാതെ ഇവിടെ എന്തോ മാരക ട്രൈ ചെയ്യാ കുറേ നേരം തുടങ്ങിയിട്ട് ക്യാമറ വെച്ച് എല്ലാ ആംഗിളും നോക്കുന്നുണ്ട്. കിട്ടിയോ? ഇറങ്ങാൻ പോയത് ഓർമ്മയുണ്ട്, വരുന്നത് ഓർമ്മയുണ്ട്. എന്തൊരു തണുപ്പാ. ഒരാള് പൂളിൽ ഇറങ്ങാൻ പോയിട്ട് പൂളിന്റെ പരിസരത്തേക്ക് വന്നില്ല. നമുക്ക് നണ്ടാക്കാൻ നല്ല ഓപ്ഷൻ എന്താ അറിയാ, ഇവിടെ എങ്ങനെ എന്താ പറയാ ഇങ്ങനെ നടക്ക. എടി ഫുള്ള് രാത്രിയായി ഇവിടെ. ഇനി ലേറ്റ് ഒക്കെ പോയിട്ട് എന്റെ പോക്കറ്റിലുണ്ടാ ആരും ഇല്ലേ? അതെ വേഗം കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇപ്പോൾ രാത്രി ഇപ്പോൾ കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തല്ലേ. 2 പീസ് ബ്രോസ്റ്റും ചിക്കൻ നൂഡിൽസും അൽഫാമും ചില്ലി ചിക്കനും പൊറാട്ടയും ബീഫ് ചില്ലിയും പൊറാട്ടയും അതേമാതിരി 2 മൊജിറ്റോ ഓർഡർ ചെയ്തതാണ് അല്ലേ. ഇനി കഴിച്ച് നോക്കിയോ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാം. രസമുണ്ടോ? മൊജിറ്റോ അതാ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടില്ല, പൊളിച്ചില്ലല്ലോ. അത് നമുക്ക് ഇത്തിരി ഇത്തിരി ആയിട്ട് പാത്രത്തിലാക്കേണ്ടി വരും. എന്നിട്ട് അതിൽ നിന്ന് എടുക്കേണ്ടി വരും അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടോ ഹിബ? കുഴപ്പമില്ല അല്ലേ? മൊജിറ്റോ എന്താ അവസ്ഥ നോട്ടെ. തണുപ്പില്ല. ഇപ്പൊ നല്ലൊരു വൈബാട്ടോ കണ്ടോ. പുറമേ ഉള്ളൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു വൈബാണ്. അപ്പം നമുക്ക് റിസോർട്ടിന് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇങ്ങനെ കഴിക്കാനുള്ള. മുകളിൽ വേറെ ഉണ്ട് എന്താ പറയുക ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ. ഇവിടെ പിന്നെ നമ്മൾ 2 ആളെയും കൊണ്ട് നമ്മുടെ റൂമിൻ്റെ മുമ്പ് തന്നെ ഇരിക്കാം. നൂഡിൽസിൻ്റെ ആളാട്ടോ ഒരാള് അല്ലേ. നൂഡിൽസ് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. നൂഡിൽസിൻ്റെ ആളാണ്, അതുകൊണ്ട് നൂഡിൽസ് വാങ്ങിച്ച്. ഞാൻ തൽക്കാലം പൊറാട്ടയും ഇതും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല രസമുണ്ട്, നല്ല വൈബാ അല്ലേ. ഫുഡെല്ലാം ഫുഡ് നല്ല രസമുണ്ട്. അൽഫാം ഓക്കെയാണ്. നമ്മള് ഹണി അല്ല നമ്മൾ തുർക്കിഷ് തോന്നുന്നില്ലേ. അതുപോലെ തന്നെ ഷെസ്വാൻ നൂഡിൽസ് അല്ലേ വാങ്ങിച്ച. പക്ഷെ വലിയ സ്പൈസി ഒന്നുമില്ല, രസമുണ്ട്. ഇതിലെ കടന്നില്ല, മിക്കവാറും ഇതിലെ കടക്കുന്നുണ്ടാവില്ല. എനിക്കിപ്പം തന്നെ വെള്ളം ഫുള്ളായി. സീരിയസ്ലി കുറച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. നേരത്തെ നമ്മള് കഴിച്ചില്ല. വിശക്കുന്നുണ്ടേനും, പക്ഷെ ജ്യൂസ് കുടിച്ച ഒരു പൊറോട്ട കഴിക്കുമ്പോഴേക്കും ചില്ലി കഴിച്ചോ. ഓർഡർ ചെയ്തല്ലേ ചില്ലി ആണെന്ന് പറഞ്ഞിട്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലല്ലോ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ലൈക്കായില്ല. എനിക്ക് കുടിച്ച രസമുണ്ട്. കുഴപ്പമില്ല, ഞാൻ മുമ്പ് കുടിച്ചില്ല. നമ്മളെ കാലിക്കിട്ടുന്നു അത്ര രസമില്ല. അതിന് നല്ല മിന്തിന്റെ ഒക്കെ ചോയുണ്ട്. രസമുണ്ടോ? ഒരു ചോയുണ്ട് അല്ലാണ്ട് അല്ലേ. ഗ്രീൻ ആപ്പിൾ ഞാൻ തരൂല. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടല്ലേ വെച്ചു. അത് ഓൾറെഡി വരുമ്പോഴാ ചിന്തി പോയിക്കടി. അങ്ങണ്ട് ബീഫ് ചില്ലി ഫുഡ് വലിയ മോശമില്ലല്ലോ. റോസ്റ്റിലൊക്കെ കടക്കണ്ട നമുക്ക്. കുഴപ്പമില്ല. സംഭവം നമുക്കൊന്ന് വെറുതെ ഒരു ദിവസം വന്ന് ഒരു റിലാക്സേഷന് വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട്. നല്ല കാമൻ ഇത്. നമ്മുടെ വ്യൂ ഒക്കെ നല്ലതാണ്. അതേപോലെ നല്ല കാമാണ് മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ. നല്ല സുഖമുണ്ട്. ഒരു റിലാക്സേഷൻ. അപ്പം ഒരു വർക്കിന്റെ സ്ട്രെസ്സിൽ അല്ലെങ്കിൽ ഹൗസ് വൈഫായ അവർക്കും ഉണ്ടാവും സ്ട്രെസ്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പം വന്ന് നിൽക്കാൻ പറ്റിയ ഒരു ഫാമിലി ആയിട്ട് നിൽക്കാം. അതൊരു ലക്ഷറി ഒരു സെറ്റപ്പ് ആണ്, പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോലെയാണ് അല്ലേ.